പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വീണ്ടും ഒരു കൊടുങ്കാറ്റ് ഉയർത്തിവിടുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നതിന് പ്രസക്തിയുണ്ട്. കാരണം പൗരത്വ നിയമ ഭേദഗതിയുടെ ഫലം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് മതപരമായ പീഡനം നിമിത്തം വരുന്ന അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉദാരമാക്കിക്കൊണ്ടുള്ള ഒന്നാണ്. സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിൽ നിന്നും മറ്റും വരുന്ന അനധികൃത കുടിയേറ്റക്കാരായ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വം ലഭിക്കുന്നതിന് പഴയ പോലെയുള്ള വ്യവസ്ഥകൾ തന്നെ പാലിക്കപ്പെടേണ്ടതായിട്ട് വരും. ഹിന്ദു അഭയാർത്ഥികൾക്ക് അതുപോലെ ബുദ്ധിസ്റ്റ് അഭയാർത്ഥികൾക്ക് ഇതുകൊണ്ട് ഒരാശ്വാസം ലഭിക്കും എന്നുള്ളതും സത്യമാണ്. അങ്ങനെ ഒരു തരംതിരിവ് ശരിയാണോ, ഒരു വിവേചനം ശരിയാണോ എന്ന കാര്യം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയുമാണ്. ഈ നിയമ ഭേദഗതി പാസ്സാക്കിയിട്ട് 3 വർഷത്തോളമായി. അതിപ്പോഴാണ് നടപ്പാക്കുന്നത് എന്ന് മാത്രമേ. അത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ധൃതി പിടിച്ച തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാന പത്രികയിൽപ്പെട്ട നിരവധി ഇനങ്ങളിൽ ഒരു ഇനമാണ് ഈ പൗരത്വ നിയമ ഭേദഗതി. അവർ നേരത്തെ പാസ്സാക്കിയതാണ്. കോവിഡ് കാരണവും മറ്റ് കാരണങ്ങളാലും ഇത് നടപ്പാക്കുന്ന താമസിച്ചു എന്ന് മാത്രമേ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് വലിയ വിവാദമായതാണ്. നേരത്തെ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. ഈ നിയമത്തിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നവർ ഇപ്പോൾ ബംഗാളിലും അതുപോലെ ആസാമിലുള്ള അല്ലെങ്കിൽ മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ചില ആളുകൾ മാത്രമാണ്. കേരളത്തെ ഇത് ഒരു വിധത്തിൽ ബാധിക്കുന്നൊരു വിഷയമേ അല്ല. പക്ഷെ നമുക്കറിയാം 2019-2020 കാലത്ത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നത്, ഏറ്റവും അക്രമോത്സുകമായ സമരങ്ങൾ പോലും നടന്നത് കേരളത്തിലാണ്. അതിന് മറ്റ് പല കാരണങ്ങളുമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയം ന്യൂനപക്ഷ കേന്ദ്രീകൃതമാണ്. പ്രത്യേകിച്ച് മുസ്ലിം താല്പര്യങ്ങൾക്ക് ഹാനികരമായ ഒരു കാര്യവും നടക്കരുത് എന്ന് ഇവിടെ ഇടതുമുന്നണിക്കും ഐക്യമുന്നണിക്കും ഒരുപോലെ നിർബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. പലസ്തീൻ വിഷയമുണ്ടായപ്പോഴും ഒരുപക്ഷെ മധ്യ ഏഷ്യയ്ക്ക് പുറത്ത് ഏറ്റവും വലിയ സമരവും പ്രക്ഷോഭങ്ങളൊക്കെ കണ്ടത്, പൊതുസമ്മേളനങ്ങൾ കണ്ടത്, ആൾക്കൂട്ടത്തെ കണ്ടത് കേരളത്തിലാണ്, പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അതിന് സർവ്വത ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ഇവർ പ്രകോപിതരായി കഴിഞ്ഞ തവണ സമരം ചെയ്തതാണ്. ഇപ്പോൾ സമരം വീണ്ടും പുനരാരംഭിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ ഈ വിഷയത്തിൽ മുഖപ്രസംഗം എഴുതി കഴിഞ്ഞു. അത് സിറാജും മാധ്യമവും സുപ്രഭാതവും ചാന്ദ്രിക മാത്രമല്ല, മലയാള മനോരമയും മാതൃഭൂമിയും അടക്കം പൗരത്വ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാട് കൈക്കൊണ്ടുകൊണ്ട് എഡിറ്റോറിയൽ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടർമാരുടെ അനുഭാവം നേടിയെടുക്കുക, അങ്ങനെ വിജയം ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ UDF ആണെങ്കിലും LDF ആണെങ്കിലും പൗരത്വ നിയമം നടപ്പാക്കുന്നതുമായിട്ട് ഇവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കേരളത്തിലെ LDFനോ UDFനോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നേരെ മറിച്ച് കേന്ദ്രത്തിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ സർക്കാർ ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ UPA സർക്കാർ ഉണ്ടാകുകയാണെങ്കിൽ, കോൺഗ്രസ് നയിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് അവിടെ അതിന് അനുരോധമായിട്ടുള്ള ഭേദഗതികൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി റദ്ദാക്കാം. അതിനൊന്നും നിയമപരമായിട്ട് ഒരു തടസ്സമില്ല, ഭരണഘടനാപരമായിട്ട് തടസ്സമില്ല. എല്ലാ സമുദായക്കാർക്കും ഒരേ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള നിയമവ്യവസ്ഥകൾ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിൽ തകരാറൊന്നുമില്ല. പക്ഷേ അത് പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിൽ നടപ്പാക്കിയില്ല എന്ന് മുഖ്യമന്ത്രി വരുമ്പോൾ നമുക്ക് ചിരിയാണ് വരിക. കാരണം കേരള ഗവൺമെൻറ്റിൽ ഒന്നും ചെയ്യാനില്ല. നമുക്ക് പാസ്പോർട്ട് തരുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. പൗരത്വം തരുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ കേരള ഗവൺമെൻറ്റോ തമിഴ്നാട് സർക്കാരിനോ അല്ലെങ്കിൽ പോണ്ടിച്ചേരി സർക്കാരിനോ ഒന്നും തന്നെ ചെയ്യാനില്ല. അവർക്ക് ഒരു അധികാരവും ഇല്ലാത്ത ഒരു മേഖലയാണ്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ നടപ്പാക്കുകയില്ല എന്ന് പറയുന്നു എന്ന് വെച്ചാൽ അത് നടപ്പാക്കേണ്ടത് കേന്ദ്രമാണ്. നമുക്ക് പ്രത്യേകിച്ച് നടപ്പാക്കാനായിട്ട് ഒന്നുമില്ല. പിന്നെ ഇത് പറയുന്നത് ഇവിടെയുള്ള മുസ്ലിം ജനവിഭാഗത്തിൻ്റെ മുമ്പിൽ ഞങ്ങളാണ് പൗരത്വ നിയമത്തെ അതിശക്തമായി എതിർക്കുന്നത് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നാട്ടുകാർക്കറിയില്ലല്ലോ കേന്ദ്ര ഗവൺമെൻറ്റാണോ കേരള ഗവൺമെൻറ്റാണോ നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ തമിഴ്നാട് ഗവൺമെൻറ്റാണോ തെലുങ്കാന ഗവൺമെൻറ്റാണോ നടപ്പാക്കുന്നതെന്ന് സാധാരണക്കാർക്കറിയില്ല. ഇവിടെ ആ രീതിയിലുള്ള അഭയാർത്ഥികളുമില്ല. അതാണ് അതിൽ മറ്റൊരു തമാശ. അപ്പോൾ കേരളത്തെ ഒരു വിധത്തിലും ബാധിക്കാത്തൊരു വിഷയം, അതിൽ കേരള ഗവൺമെൻറ് കൃത്യമായ നിലപാടെടുക്കുന്നു. ആ നിലപാട്
ഇന്ത്യൻ ഭരണഘടനയുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയുമായിട്ടോ ഏതെങ്കിലും തരത്തിൽ പൊരുത്തപ്പെടുന്നതുമല്ല. പിന്നെ അതിനുവേണ്ടി നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ഞങ്ങളാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന സമരത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് എന്ന് ഒരു മിഥ്യാധാരണ ഉണ്ടാക്കി തീർക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എത്ര നാൾ നിലനിൽക്കും? എത്ര നാൾക്ക് ഇവരെ ഈ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവർ സ്വയം പറ്റിക്കുന്നത് എത്ര നാളേക്ക് തുടരും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം. പിന്നെ പൗരത്വ നിയമ ഭേദഗതി ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് നടപ്പാക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്ത് നിലവിലുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഒന്നുകൂടി രൂക്ഷമാക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നേരത്തെ ഹിന്ദു അഹിന്ദു എന്ന രീതിയിലുള്ള ഒരു ഡിവിഷനാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി മുസ്ലിം അമുസ്ലിം എന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നതിന് ഈ പുതിയ ഭേദഗതി കൊണ്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പം തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് മുസ്ലിങ്ങളോടുള്ള ഒരു സംശയവും ഭയവും നിലനിൽക്കുന്നുണ്ട്. അതിനെ കൂടുതൽ രൂക്ഷമാക്കാനായിട്ട് ഇത് ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ആത്യന്തികമായിട്ട് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ഒരു പ്രത്യാഘാതം എത്രയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി തീരുന്നവരെ കാത്തിരിക്കേണ്ടി വരും.